അപ്പം ഇതൊരു ഓണം വ്ളോഗാണ്. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഓണം വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്ന് ഞാൻ അത്ര റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല. അത്ര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ദിവസമല്ലേ ഇനി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓണം സെലിബ്രേഷൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ ഈ നെയിം റിവീലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലെക്സിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ബോൾസും ഈ പോപ്പേഴ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി അമ്മക്കേനും. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കേനി. പക്ഷേ നെയിം റിവീലിങ്ങിന് ഞാൻ നിന്നിട്ടില്ല, കാരണം എനിക്ക് അന്ന് പാർലറിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഹെയർ ഒന്ന് ഇയർ ടു ഇയർ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ എപ്പോഴൊന്നും ചെയ്യില്ല, ഈ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുള്ളൂ. അതൊരു 6-7 മാസമൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പം പരിപാടിക്ക് ഒന്നല്ലേ, അപ്പോൾ ഒന്ന് ക്ലൂസ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് ഓണ സെലിബ്രേഷൻ്റെ തലേ ദിവസമേ ചില ഗെയിംസൊക്കെ നടത്തിയിട്ടുണ്ടേനി. എല്ലാ പരിപാടിയും കൂടെ അന്ന് നടത്തുന്ന സമയത്ത് ടൈം ഇല്ലാണ്ടായി പോകുമെന്ന് വിചാരിച്ചിട്ട് തലേന്നേ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം തലേന്നാണ് ഉറിയടി നടന്നുകൊണ്ടിരിക്കുകയിനി. ഇത് ഭയങ്കര കോമഡി ചെയ്യുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടിരിക്കുന്നവർക്ക് നല്ല കോമഡി ഇനി. ഒരു പിന്നെ അറിയുന്നില്ലല്ലോ ഒരു പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും. പക്ഷേ ഇത് നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വടംവലി ഇനി. ഇപ്പോൾ അതാ വലിക്കാൻ പോകുന്നത് എൻ്റെ ക്ലാസ്സാണ്. ഞങ്ങൾ പിന്നെ നല്ല അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ടേനി. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടും ഒരു ട്രൈ ഉണ്ടാവുമല്ലോ, ഭയങ്കര അടിപൊളിക്കായിട്ട് പോയി. പക്ഷേ അത് അവിടെ നിന്നും പൊട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഫാൻസിയിലൊക്കെ പോയിട്ടുണ്ടേനി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻ്റെ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു മോളുണ്ട്, അവിടെ പോയിട്ട് നീനി. അങ്ങനെ കാര്യമായിട്ട് ഒന്നും വാങ്ങാനും ഒന്നും നോക്കാനൊന്നും പോയതൊന്നുമല്ല, വെറുതെ സമയം കളയാൻ വേണ്ടി പോയതാണ്. സമയം കളയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, നമ്മൾ അർജുന അശോകൻ്റെ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, തലവര എന്ന് പറയുന്നൊരു മൂവി. അപ്പോൾ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉണ്ടേനി. അപ്പോൾ ആ സമയം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു മോളിൽ. പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടേനി. നല്ല ഫിലിമായിരുന്നു കേട്ടോ. ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടേനി. പിന്നെ ഓണം സെലിബ്രേഷൻ്റെ തലേന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അതുമാത്രമല്ല, സാരി എടുത്തിട്ട് ബസ്സിൽ പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലേനു താനും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിനെ കോളേജിൽ. പിന്നെ കോളേജിലേക്കുള്ള എൻട്രിയും കൊട്ടും തുള്ളലും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേനി. പിന്നെ നമ്മൾ കോളേജിലെ കുറച്ച് ഗേൾസിൻ്റെ ഒരു ഫ്ലാഷ് മോബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ കാണാത്തൊരു സംഭവം ഇപ്രാവശ്യം കോളേജിലുണ്ടായിരുന്നു. ഒരു ഗെയിം ആയിരുന്നു, കോഴിപ്പിടുത്തം എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, കോഴീനെ അങ്ങോട്ട് ഇടും എല്ലാവരുടെ ഇടയിലും, അതിനങ്ങ് പിടിക്കുക. ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവർക്ക് ആ കോഴി സമ്മാനം. അങ്ങനെയായിരുന്നു ഗെയിം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിനി. കൊട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ആറുമാറ്റിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതി എന്നായിരുന്നു. പിന്നെ കോളേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇട്ട പൂക്കളൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് സദ്യയിനി, എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ കുഴപ്പമില്ലാത്ത സദ്യയിനി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെ പരിപാടി ഉണ്ടായിട്ടുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഇതിന് മുന്നത്തെ കൊല്ലങ്ങളിലേക്ക് ഓണം ഭയങ്കര അടിപൊളിയാണ്. ഇപ്രാവശ്യം മൊത്തത്തിൽ മഴ കൊണ്ടുപോയി. അപ്പം ഇത്രയുള്ള വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.